പാലക്കാട്ടേക്ക് പോകുമ്പോൾ പാലക്കാടും ആലത്തൂരും വളരെ ശ്രദ്ധേയമായ രണ്ടിടങ്ങളാണ്. കാരണം ആലത്തൂര് ഉറച്ച വിജയപ്രതീക്ഷയാണ് ഇടതുമുന്നണിക്ക്. UDF-നും അവിടെ തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതുന്നു. അതേസമയം ആലത്തൂരിനെ അപേക്ഷിച്ച് പാലക്കാട് ഇത്തവണ സാധ്യത കൂടുതലായി ഇടതുമുന്നണി കാണുന്നത് അവിടെ ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി എന്ന പ്രത്യേകതകൾ കൊണ്ടാണ്. അതേസമയം അവിടെ തിരിച്ച് BJP സ്വാധീനിക്കുന്ന വോട്ടുകൾ UDF-ന്റെ വോട്ടുകൾക്ക് നഷ്ടമുണ്ടാക്കും എന്നൊരു ആശങ്ക UDF ക്യാമ്പിനുണ്ട്. ഇന്നലെ KPCCയുടെ വിലയിരുത്തലും അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് രണ്ട് മണ്ഡലങ്ങളുടെ രാഷ്ട്രീയം കൂടി വേഗത്തിൽ പരിശോധിക്കാം. വിനേഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. വിനേഷ്, ആദ്യം പാലക്കാട് എടുക്കുമ്പോൾ പാലക്കാട് S. കൃഷ്ണകുമാർ എന്ന BJP സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമാണ് എനിക്ക് തോന്നുന്നു രണ്ട് പേരുടെയും വിജയസാധ്യത, LDF-ന്റെ ആയാലും UDF-ന്റെയും വിജയസാധ്യതയെ ബാധിക്കുക. ഈ BJP സമാഹരിക്കുന്ന കൂടുതൽ വോട്ടുകൾ അത് UDF-ന് നഷ്ടമുണ്ടാക്കുമെന്ന ഒരു സ്വാഭാവിക കണക്ക് തുടക്കത്തിൽ ഉയർന്നിരുന്നു. അതുതന്നെയാണോ അവിടെ വെല്ലുവിളി ആയിട്ടുണ്ടാവുക UDF-ന്? സജിത്ത്, BJP പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാണ്. BJP-യിൽ നിന്ന് വലിയ തോതിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടായാൽ മാത്രമായിരിക്കും അത് വലിയ തോതിൽ UDF-ന് ഗുണം ചെയ്യുക. അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം പഴയ സാഹചര്യമല്ല. BJP പരമാവധി വോട്ടുകൾ സമാഹരിക്കുക, വോട്ട് മറിക്കുന്ന ഒരു ഇതിൽ നിന്ന് മാറി നിൽക്കുക, ആ ഒരു ആക്ഷേപം കാലങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന BJP പക്ഷേ കൂടുതൽ വോട്ട് ശതമാനം കൂട്ടുക, അതനുസരിച്ച് ഗുണമുണ്ടാവും എന്നുള്ള വിലയിരുത്തൽ BJP-ക്ക് ഉണ്ട്. സംസ്ഥാന നേതൃത്വത്തിനായാലും സ്ഥാനാർത്ഥിക്കായാലും എല്ലാം തന്നെ നമുക്കറിയാം. അവിടെ പാലക്കാടിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇടതു കോട്ട എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്നാണ് പാലക്കാട് ഇടതിന് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഇത്തവണ എങ്ങനെയും അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിന്റെ പ്രവർത്തനം തന്നെയാണ് കഴിഞ്ഞ 1.5-2 മാസക്കാലം പാലക്കാട് കണ്ടത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ അതിന്റെ മറ്റുള്ള ഇതെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. CPM കേന്ദ്രങ്ങളെല്ലാം തന്നെ പ്രചാരണം ആരംഭിച്ചിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് A. വിജയരാഘവൻ LDF സ്ഥാനാർത്ഥിയായി പാലക്കാട് എത്തിയതോടുകൂടി പ്രചരണം ചൂടുപിടിച്ചു. ഒരു പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള നിലയിലും മുതിർന്ന CPM നേതാവ് എന്നുള്ള നിലയിലും മന്ത്രിമാരും, അതായത് MP രാജേഷും AK ബാലനും ഉൾപ്പെടെയുള്ള ആളുകൾ സജീവമായി തന്നെ അവിടെ നിന്നുകൊണ്ട് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ കോൺഗ്രസിലേക്ക് എത്തുമ്പോഴത്തേക്ക് കോൺഗ്രസിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഈ VK ശ്രീകണ്ഠന്റെ പ്രവർത്തനം വിലയിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. VK ശ്രീകണ്ഠന് പൊതുവെ അവിടെ ഒരു വിരുദ്ധ വികാരം നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മണ്ഡലത്തിൽ സജീവമായി നിൽക്കുകയും മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ ഓടി നടക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് VK ശ്രീകണ്ഠന് എങ്ങനെ വോട്ട് ലഭിക്കും എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിന് അകത്ത് നിന്ന് ഫണ്ടില്ലാത്ത വലിയൊരു പ്രശ്നം നമ്മൾ അവിടെ കണ്ടതാണ്. കോൺഗ്രസിന്റെ ചുവരെഴുത്തിന് പോലും ആളുകൾ ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായി ചെയ്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ ഒരു ഫണ്ടിന്റെ അഭാവം തന്നെയായിരുന്നു. ഒപ്പം തന്നെ BJP പക്ഷേ സജീവമായിരുന്നു. മോദി അവിടെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. BJP-യുടെ പരമാവധി വോട്ടുകൾ ആളുകൾ സ്വാധീനിക്കാൻ മോദി തന്നെ നേരിട്ടെത്തുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പോലും BJP-യിൽ വലിയ തോതിൽ അടിയൊഴുക്കുണ്ടായാൽ സ്വാഭാവികമായും അതിന്റെ ഗുണം UDF-ന് തന്നെയാണ് ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ എന്തായാലും ഇതിനകത്തുണ്ട്. കാരണം നമുക്ക് ഓരോ മണ്ഡലങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാട് മണ്ഡലത്തിലും അതുപോലെ തന്നെ മലമ്പുഴ മണ്ഡലത്തിലും BJP-ക്ക് വലിയ സ്വാധീനമുണ്ട്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വന്നതാണ്. അതായത് നിയമസഭാ മണ്ഡലങ്ങൾ. ഈ 2 നിയമസഭാ മണ്ഡലങ്ങളും കഴിഞ്ഞ തവണ BJP 2ാം സ്ഥാനത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥലങ്ങളിലെല്ലാം 2ാം സ്ഥാനത്ത് വന്നതാണ്. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വലിയ മുന്നേറ്റം നടത്താൻ BJP-ക്ക് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ വലിയ തോതിൽ തന്നെ അടിയൊഴുക്കുണ്ടായി കഴിഞ്ഞാൽ അത് UDF-ന് വലിയ ഗുണം ചെയ്യും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. സാധാരണ പാലക്കാടും അതുപോലെ തന്നെ മണ്ണാർക്കാട്, പട്ടാമ്പി പോലുള്ള സ്ഥലങ്ങളിലാണ് വലിയ തോതിൽ UDF-ന് വോട്ട് ബാങ്ക് ഉള്ളത്. അവിടെ കൃത്യമായി തന്നെ മുസ്ലിം വോട്ടുകളുടെ ഒരു വലിയ ഏകീകരണം കഴിഞ്ഞ തവണ സംഭവിച്ചു. എന്നാൽ ഇത്തവണ അത്രത്തോളം ഒരു മുസ്ലിം ഏകീകരണമില്ല. കാരണം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നത് ഉൾപ്പെടെയുള്ള ചർച്ചകൾ സജീവമായ ഒരു കാലം കൂടിയായിരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇത്തവണ മോദി തന്നെ വീണ്ടും വരും എന്നുള്ള രീതിയിലുള്ള അഭിപ്രായ സർവേകളും എക്സിറ്റ് പോൾ പ്രവചനങ്ങളും വന്നതോടുകൂടി തന്നെ ന്യൂനപക്ഷങ്ങൾ പൊതുവെ ഒരു വിമുഖത അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അവരുടെ വോട്ടിങ്ങിലും പലപ്പോഴും പ്രതിഫലിച്ചത് അതാണ്. പിന്നെ ശതമാനക്കുറച്ചിൽ നമ്മൾ കണ്ടതാണ്. വോട്ടിംഗ് ശതമാനം ഷൊർണൂരിൽ മാത്രമാണ് കാര്യമായി വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വർദ്ധിച്ചെന്ന് പറയാൻ കഴിയില്ല. നിലവിലുള്ള ചെറിയൊരു വിനേഷ്, ഒന്ന് ഇടപെടുകയാണ്. നമുക്ക് വേഗത്തിൽ ഒരു ഇടവേള ആവശ്യമായി.